ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, രക്ഷയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് നമ്മൾ. ഈ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചത് നമ്മുടെ ജീവിതത്തിലെ ജെറുസലേം അനുഭവങ്ങളെ പറ്റിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവിക ഇടങ്ങളെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചത്. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയുണ്ടായി. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് അവരെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുവാനും ഒരുമിച്ച് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനുമായിട്ട് നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഈ ആഴ്ചക്കാലം ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് സെഗിയോൻ ശാലയെക്കുറിച്ചാണ്. തമ്പുരാൻ തൻ്റെ അന്ത്യത്താഴം നമുക്കായിട്ട് ഒരുക്കി വെച്ച ഒരിടത്തെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യ സമൂഹത്തെ മുഴുവൻ ചേർത്തിരുത്തി സ്വന്തം ശരീരരക്തങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലോകത്തിന് മുൻപിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചിട്ട് ഈശോ കടന്നു പോയിട്ട് ക്രിസ്ത്യാനികളായ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതിൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ പാനം ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയുടെ വലിയൊരു ഓർമ്മയാണ് സെഗിയോൻ ശാല നമ്മളുടെയൊക്കെ ജീവിതത്തിന് മുൻപിൽ നൽകുന്നത്. മറ്റുള്ളവർക്ക് മുൻപിൽ നമുക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് കഴിയുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ രൂപമെന്ന് പറയുന്നത് സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുക എന്നത് തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നത് പോലെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫോമാണ്. മറ്റൊരുവിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് കഴിയുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫോമാണ് അവന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുക എന്നത്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവൻ തമ്പുരാൻ ബലി അർപ്പിച്ച് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഓർമ്മ നമ്മളുടെ ജീവിതങ്ങൾക്ക് തന്നിട്ടാണ് ഈശോ കടന്നു പോകുന്നത്. ഓരോ വിശുദ്ധ കുർബാന അനുഭവങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് പങ്കുവെച്ച് നൽകുന്ന ഒരു ഓർമ്മയെന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഈശോ തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരൂപം സ്വീകരിച്ച് സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകുന്ന ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളാക്കി നമുക്ക് മാറ്റാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ഈ സെഗിയോൻ ശാല നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. സെഗിയോൻ ശാല നമ്മുടെയൊക്കെ ജീവിതത്തിന് മുൻപിൽ സ്നേഹത്തിൻ്റെ വലിയൊരു ഓർമ്മയായിട്ടാണ് നിൽക്കുന്നത്. ഈ ലോകം വിട്ട് കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യ സമൂഹത്തെ ചേർത്തിരുത്തി യേശു ആചരിച്ച അവസാനത്തെ പെസഹായുടെ ഓർമ്മ, അതാണ് ഈ സെഗിയോൻ ശാല നമുക്ക് പകർന്നു നൽകുന്നത്. ഖലീൽ ജിബ്രാന് തൻ്റെ ഒരു പുസ്തകത്തിൽ പെസഹാ ദിനത്തെ പറ്റി കുറിച്ചിട്ടത് ഇപ്രകാരമാണ്: ഈ ഭൂമിയുടെ നെഞ്ചകത്ത് കർഷകർ ഉണ്ടാക്കിയ ഉഴവുചാലുകൾ ചിലപ്പോൾ അവർ മറന്നുപോയേക്കാം. വേദനയോടെ തൻ്റെ കുഞ്ഞിനെ പെറ്റ് എടുത്ത് ഉമ്മ വെച്ച കാര്യം ചിലപ്പോൾ ആ പെറ്റമ്മ മറന്നു പോയേക്കാം. എങ്കിലും ആ ദിനം ആരും മറക്കുകയില്ല. കാരണം ഒരുവൻ സ്വയം മുറിച്ച് പങ്കിട്ട ദിവസമാണത്. എങ്കിലും ആ ദിനം ആരും മറക്കുകയില്ല. കാരണം ഒരുവൻ സ്വയം മുറിച്ച് പങ്കുവെച്ച് നൽകിയ ദിനമാണത്. സ്നേഹമുള്ളവരെ, സെഗിയോൻ അനുഭവങ്ങൾ, പെസഹ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പങ്കുവെച്ച് നൽകിയ ദിവസത്തിൻ്റെ ഓർമ്മയായിട്ടാണ് കടന്നു വരുന്നത്. നോമ്പിലെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പെസഹ ദിനത്തിലേക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ ഇനി അധികം ദൂരമില്ല. പെസഹ ദിനം നമ്മുടെ മുൻപിൽ എന്നും ഒരു ഓർമ്മയായിട്ട് കടന്നു വരികയാണ്. ഈശോ നമുക്ക് വേണ്ടി സ്വയം പകുത്തു നൽകിയതിൻ്റെ ഒരു ഓർമ്മയായിട്ട് കടന്നു വരികയാണ്. ആ ഒരു ഒരുക്കത്തിലൂടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. തമ്പുരാൻ നമുക്ക് വേണ്ടി പങ്കുവെച്ച് നൽകിയ, പകുത്തു നൽകിയ ഒരു ദിവസമായിട്ട് ഈ പെസഹ ദിനത്തെയൊക്കെ നമുക്കൊന്ന് ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയട്ടെ. ആ പെസഹ ദിനത്തിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയായിട്ടാണ് ഇന്നും വിശുദ്ധ കുർബാന നമ്മളുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നത്. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന തന്നെയാണ് നമ്മളുടെ ജീവിത കേന്ദ്രമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമുക്ക് വിശുദ്ധ കുർബാന കൂടാതെ ഒരു ജീവിതമില്ല. ഇനി
ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്, ഒന്ന് ചിന്തിച്ച് പരിചിന്തനം ചെയ്ത് ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്, ഈ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് മാറുന്നുണ്ടോ? തൻ്റെ പെസഹാ ദിനത്തിൽ തമ്പുരാൻ നമുക്ക് പകർന്നു നൽകിയ ഈ കുർബാനയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഈ കുർബാന നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു അനുഭവമായിട്ട് മാറുന്നുണ്ടോ? അതോ കുർബാന കാണുന്നവരായിട്ട് നമ്മൾ മാറിപ്പോവുകയാണോ? അതോ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ടാണോ ഞാൻ മാറുന്നത്? യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഈശോ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കുന്നത് നമ്മളെ. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന യേശുവിൻ്റെ ഒരു അത്ഭുതമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു ജലത്തിന് മീതെ നടക്കുന്ന ഒരു യേശുവിനെ പറ്റി. അതിനുശേഷമാണ് വിശുദ്ധ കുർബാനയെ പറ്റി ഈശോ പങ്കുവയ്ക്കുന്നത്. ബൈബിൾ പണ്ഡിതർ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: 5 അപ്പം 5000 പേർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഈശോ മറ്റൊരു വിധത്തിൽ അവരോട് പറയുകയാണ്, മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടുള്ള വിശപ്പിനെ ശമിപ്പിക്കുവാനായിട്ട് തനിക്ക് കഴിവുണ്ടെന്ന് പറയുകയാണ്. വീണ്ടും ജലത്തിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് ഓർമ്മിപ്പിക്കുകയാണ്, പ്രപഞ്ച ശക്തികളുടെ മേൽ മുഴുവൻ തനിക്ക് കഴിവുണ്ട്. അതായത് യേശുവിന് മനുഷ്യൻ്റെ വിശപ്പടക്കാനും കഴിയും, അതുപോലെ തന്നെ പ്രപഞ്ച ശക്തികളുടെ എല്ലാം മേൽ ജലത്തിൻ്റെ മീതെ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ മുഴുവൻ യേശുവിന് ഒരു അധികാരമുണ്ട്. ഇതിന് ശേഷമാണ് വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള യേശുവിൻ്റെ പഠനങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ആരെങ്കിലുമൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നേക്കും ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ആദ്യ പഠനങ്ങൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തമ്പുരാൻ പങ്കുവെച്ച് നൽകിയ ഈ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ കുർബാന ഒരു അനുഭവമാക്കി മാറ്റിയെടുക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ? അതോ ഈ പെസഹ അനുഭവത്തിൻ്റെ ഓർമ്മയായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയം പല വിചാരത്തിലോ അല്ലെങ്കിൽ മറ്റു ചിന്തകളിലോ മുഴുകി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട്? പലപ്പോഴും വിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറാത്തതിൻ്റെ കാരണം നമ്മളതിന് വില കൊടുക്കാത്തത് കൊണ്ടാണ്. പലപ്പോഴും വിശുദ്ധ കുർബാന നമുക്ക് ഒരു അനുഭവമായിട്ട് മാറാത്തതിൻ്റെ കാരണം നമ്മളതിന് വില കൊടുക്കാത്തത് കൊണ്ടാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ വില കൊടുക്കാതെ പോകുന്നത്. നമുക്ക് ആരെങ്കിലുമൊക്കെ തന്ന ഗിഫ്റ്റുകൾക്ക് നമ്മൾ പലപ്പോഴും അത്ര പ്രാധാന്യം കൊടുക്കത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ, നമ്മളുടെ പണം എന്തിനേലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കും. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അവിടെ വില കൊടുത്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു അനുഭവമായിട്ട് മാറാത്തതിൻ്റെ കാരണം പലപ്പോഴും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഇടവക ദേവാലയമുണ്ട്. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട്, കരങ്ങൾ കൂപ്പാനായിട്ട് നമ്മുടെയൊക്കെ ഇടവകയിൽ സ്വന്തം ജീവിതം പോലും ഹോമിച്ച വൈദികരുണ്ട്. എല്ലാ പ്രഭാതത്തിലും നമ്മൾ ഇടവക ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് കൂടുവാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് നമ്മൾ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. സ്നേഹമുള്ളവരെ, വില കൊടുക്കാതെ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും അനുഭവമായിട്ട് മാറിപ്പോകത്തില്ല. ഈ ഫ്രീ ആയിട്ട് പലപ്പോഴും കുർബാന നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ കുർബാന ഒരു വിലയില്ലാത്തതായിട്ട് മാറിപ്പോകുന്നത്. സെമിനാരി പഠനകാലത്ത് മിഷൻ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഒരു ഗ്രാമത്തിലാണ്. അന്ന് ഞങ്ങൾ ആ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ പൊതുസ്ഥാപനങ്ങൾക്കും അവധിയാണ്. അന്ന് അവിടെ സ്കൂളുകൾ പ്രവർത്തിച്ചില്ല. അവിടെയുള്ള ആകെ കുറച്ച് കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മിഷനിലുള്ള ആ വൈദികനോട് ചോദിച്ചു, അച്ഛാ, ഇന്ന് ഇവിടെ എന്തെങ്കിലും പൊതു അവധിയാണോ? കാരണം ഇവിടുത്തെ സ്ഥാപനങ്ങൾ, ചെറിയ കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ ഉത്തരവ് ഇങ്ങനെയാണ്: ഇന്നിവിടെ പൊതു അവധിയൊന്നുമല്ല. കാരണം മാസങ്ങൾ കൂടുമ്പോഴാണ് ഈ ഗ്രാമത്തിലൊരു വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്ന ദിവസം ഈ ഗ്രാമത്തിലെ ഈ ഗ്രാമവാസികൾ ഒരു അവധി ദിനം പോലെ പ്രഖ്യാപിക്കുകയാണ്. കാരണം വിശുദ്ധ കുർബാനയ്ക്ക് അവരവരുടെ ജീവിതത്തിൽ അത്രയധികം വില കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ചിന്തിച്ചു നോക്കുക, ഈ വിശുദ്ധ ബലിക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമുക്ക് വില കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്? രാവിലെ എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര സമയമില്ലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടേ ജോലിക്ക് പോകത്തുള്ളൂ എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എത്രയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലോ, മക്കളെ സ്കൂളിൽ വിടാനുണ്ടെങ്കിലോ, മറ്റെന്ത് തിരക്കുമുണ്ടെങ്കിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്ന ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ, എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, മറ്റൊരു വിധത്തിൽ നമ്മളവിടെ ഒരു വില കൊടുക്കുകയല്ലേ? തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വില കൊടുക്കുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പങ്കുകൊള്ളുന്ന വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരിക്കും. നമ്മൾ ഒരിക്കൽ പോലും കുർബാന കാണുന്ന വ്യക്തികളായിട്ട് പിന്നെ മാറിപ്പോകത്തില്ല. പിന്നീട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മാറും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വില കൊടുത്ത ഒരു കാലഘട്ടം നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലൊക്കെ ഉണ്ട്. AD 54 മുതൽ AD 313 വരെ നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ക്രൈസ്തവ സഭ റോമില് മതമർദ്ദനങ്ങളിലൂടെ കടന്നുപോയിരുന്നു. അന്ന് കണക്കുകളൊക്കെ അനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തോളം പേര് ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്. റോമൻ നഗരത്തിലെ ക്രിസ്ത്യാനികളെ പന്തങ്ങളായിട്ട് കെട്ടി നിർത്തിയ ഒരു ചരിത്രമൊക്കെ നമ്മുടെ സഭയുടെ പഴയ പാരമ്പര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ മതമർദ്ദനത്തിൻ്റെ സമയത്ത് പോലും, മരണത്തിലേക്ക് ക്രിസ്ത്യാനികൾ വലിച്ചു നീട്ടപ്പെട്ട സമയത്ത് പോലും അവർ ഒന്നാകെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ജീവിതമില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ജീവിതമില്ല. പിന്നീട് പറഞ്ഞു വെക്കുകയാണ്, രക്തസാക്ഷികളുടെ ചുടുനീളം വീണ മണ്ണിലാണ് സഭ ഇങ്ങനെ വളർന്നു പൊങ്ങിയതെന്ന്. രക്തസാക്ഷികളുടെ ചുടുനീളം വീണ മണ്ണിലാണ് ഈ സഭ ഇങ്ങനെ വളർന്നു പൊങ്ങിയത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയ്ക്ക് ജീവിതത്തിൽ വില കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പെസഹാ ദിനം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. സെഗയോൻ ഊട്ടുശാലയിലെ പെസഹാ ദിനത്തിൽ തമ്പുരാൻ നമുക്ക് നൽകിയ ഒരു ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളായ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഈ വിശുദ്ധ കുർബാനയെ കാണുവാനായിട്ട് സാധിക്കട്ടെ. ജീവിതത്തിലെ വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മളുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവത്തിൻ്റെ കാരുണ്യം നമ്മോട് കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവുമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. ആ കുർബാന സ്വീകരിക്കുമ്പോൾ, തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. ആയിരിക്കുന്ന മേഖലയിൽ വിശുദ്ധ കുർബാനയുടെ മനുഷ്യരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്നേഹം പങ്കുവെക്കുന്ന കുർബാനയുടെ സാക്ഷികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. കാരണം തമ്പുരാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് നമുക്ക് നൽകിയ ഒരൊറ്റ കാര്യം മാത്രം ഇതാണ്. സമ്മാനമായിട്ട് നൽകിയിട്ട് പോയ ഒന്നാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയം യോഗ്യതാപൂർവമായിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ആരെങ്കിലും അയോഗ്യതയോടുകൂടി അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നുവെന്ന് ഫിലിപ്പി ലേഖനമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതങ്ങളിൽ വിശുദ്ധ കുർബാന എന്നും ഒരു അനുഭവമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ലൂക്ക് ഫ്രാൻസ് എന്ന വൈദികൻ ചൈനയിലെ മിഷൻ പ്രവർത്തനം നടത്തുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു വൈദികൻ എന്ന ലേബലിൽ അവിടെ അദ്ദേഹത്തിന് എത്തിപ്പെടുവാനായിട്ട് സാധിക്കാത്തതിനാൽ ഒരു അധ്യാപകൻ്റെ രൂപത്തിൽ അദ്ദേഹം അവിടെ ചെല്ലുകയാണ്. പക്ഷേ ക്ലാസ് മുറികളിൽ മറ്റാരുമില്ലാത്ത സമയത്ത് ഒരു പറ്റം
വിശ്വാസഗണത്തെ ചേർത്തിരുത്തി ബലിയർപ്പിക്കുവാനും ഈ വൈദികൻ പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ചെറിയൊരു വിശ്വാസ സമൂഹത്തെ ചേർത്തിരുത്തി ഈ വൈദികൻ ബലിയർപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പട്ടാള സൈന്യം കയറി വരികയും ഈ വൈദ്യനെ അറസ്റ്റിലാക്കുകയും മറ്റും ചെയ്യുകയാണ്. ക്ലാസ് റൂമിലെ ബോർഡിന് പുറകിൽ ഒരു സക്രാരിയിൽ ഈ വൈദികൻ ഒളിപ്പിച്ചു വെച്ച യേശുവിൻ്റെ തിരുശരീര രക്തം പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി കാണുകയും അവൾ വളരെയധികം വിശ്വാസപൂർവ്വം ഈ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ ഈ പെൺകുട്ടിയെ വളരെ ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കാണുകയാണ്. വീണ്ടും ആ പട്ടാളക്കാർ ആ പെൺകുട്ടിയെ പിടിച്ച് ജയിലിലാക്കുമ്പോൾ ആ വൈദികൻ ഈ വിവരം അറിയുന്നുണ്ട്. താൻ മൂലം അല്ലെങ്കിൽ ആ വിശുദ്ധ കുർബാന അവിടെ അങ്ങനെ വെച്ചതിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടി ജയിലിലായത് എന്ന് ഈ വൈദികൻ അറിയുന്നുണ്ട്. ഒരിക്കൽ ആ പെൺകുട്ടിയുടെ അമ്മ ഈ വൈദികനെ കാണുവാനായിട്ട് ജയിലിൽ വരികയാണ്. വൈദികൻ വളരെ വിഷമത്തോടെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയെ നേരിടുന്നത്. ആ അമ്മയെ വളരെയധികം വിഷമത്തോടെ ഈ വൈദികൻ കാണുമ്പോൾ ആ അമ്മ പറയുകയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, ആവശ്യമില്ല. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞിരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയെന്നാൽ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുക എന്നതാണ്. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞിരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുകയെന്നാൽ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുക എന്നതാണ്. സ്നേഹമുള്ളവരെ, മനസ്സിലാക്കുവാനായിട്ട് കഴിയട്ടെ, ഓരോ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി മരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. പങ്കുവെച്ച് നൽകേണ്ട കുർബാന അനുഭവം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ അനുഭവം തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മളുടെ രോഗശൈലിയിലൊക്കെ കിടക്കുന്ന നമ്മളുടെ വല്യപ്പനും വല്യമ്മയ്ക്കുമൊക്കെ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതൊരു കുർബാന അനുഭവമാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ ഓർമ്മ ആചരണത്തിൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ പങ്കുകാരാവുകയാണ്. ഈ കുർബാന അനുഭവം നമ്മളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു ജീസസ് യൂത്ത് പ്രവർത്തകയുണ്ട്. അജിന എന്നാണ് അവളുടെ പേര്. നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച് കടന്നുപോയ ഒരു പെൺകുട്ടിയാണ്. ഏകദേശം കൊറോണ കാലമൊക്കെ ആയിരുന്നു. യേശുവിന് വേണ്ടി ജീവിതം മുഴുവൻ അവൾ പ്രഘോഷിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒടുവിൽ മാരകമായ ക്യാൻസർ എന്ന രോഗത്തിനൊക്കെ അവൾ കീഴ്പ്പെടുകയാണ്. ആ രോഗാവസ്ഥയിൽ എല്ലാവരും വിചാരിച്ചു ഇനിയെങ്കിലും ഇവൾ യേശുവിനെ തള്ളിപ്പറയും. പക്ഷേ കൊറോണ കാലത്ത് ദേവാലയങ്ങൾ അടച്ചിട്ട ആ കാലഘട്ടത്തിൽ അവൾ ആഗ്രഹിച്ച ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുക. പലപ്പോഴും അത് അവൾക്ക് സാധിച്ച് കിട്ടാതെ പോയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ദിവസങ്ങളിലും അവൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ആ മകള് നമുക്കൊക്കെ പകർന്നു തന്നിട്ട് പോയ പാഠം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ഒരു പാഠമാണ്. തമ്പുരാൻ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ കുർബാനയിലൂടെ യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ തമ്പുരാനെ ചേർത്ത് പിടിക്കുവാനായിട്ട്, ആ തമ്പുരാൻ പകർന്നു തന്ന ജീവിത മാതൃക നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. കുർബാന സ്വീകരിച്ച് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ ആ ദേവാലയത്തിൻ്റെ പടികൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരംശം എൻ്റെ ശരീരത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഓരോ കുർബാനയിലൂടെ. അതുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ ഓരോ കുർബാനകളും. കുർബാന നമുക്കൊരു അനുഭവമായിട്ട് മാറട്ടെ. കുർബാന കാണുന്ന വ്യക്തികളിൽ നിന്ന് വ്യതിചലിച്ച് കുർബാന അനുഭവമാക്കി മാറ്റുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിതത്തിൽ നമുക്ക് മാറുവാനായിട്ട് സാധിക്കട്ടെ. ഇറ്റലിയിലെ ലാഞ്ചിയാനോയിൽ ഒരു വൈദികൻ തന്നെ സംശയിക്കുകയാണ്, ഞാൻ അർപ്പിക്കുന്ന ഈ ബലിയിൽ ശരിക്കും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? സ്നേഹമുള്ളവരെ, പിന്നീട് അവിടെ നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. അന്നേ ദിവസം വൈദികൻ എടുത്തുയർത്തിയ കാസയിലും പീലാസയിലും ശരിക്കും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ മനുഷ്യൻ്റെ കണ്ണിന് കാണത്തക്ക വിധത്തിൽ പ്രകടമാവുകയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ഇടമായിട്ട് അത് മാറുകയും ഇന്നും അനേകം മനുഷ്യർ ഈ ഒരു അത്ഭുതം കാണുവാനായിട്ട് അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്.
സ്നേഹമുള്ളവരെ, കുർബാന നമ്മളുടെ കണ്ണിന് മുൻപിൽ അദൃശ്യമാണെങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ ഒരു കണ്ണിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുർബാന നമുക്ക് ദൃശ്യമാണ്. വിശ്വാസത്തിൻ്റെ ഒരു കണ്ണിലൂടെ നമ്മൾ അൾത്താരയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുന്നുണ്ടെങ്കിൽ ആ അൾത്താരയിൽ നമ്മൾ കാണുന്നത് തമ്പുരാൻ്റെ ശരീര രക്തങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കുർബാനയെ കാണുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ക്രിസ്ത്യാനികളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തമ്പുരാൻ്റെ വലിയൊരു സാന്നിധ്യം ഓരോ കുർബാനയിലൂടെയും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സാന്നിധ്യത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. സെഗിയോനിശാല നമ്മളുടെ ജീവിതങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് കുർബാന അനുഭവം തന്നെയാണ്. തമ്പുരാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മയായ കുർബാന ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ചേർത്ത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലെ നമ്മളുടെ കുർബാന അർപ്പണങ്ങളിൽ ഒരു കുർബാന കാണുന്ന വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ട് കുർബാന അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.